നമസ്കാരം. നമ്മൾ മോഡുലാർ ഇൻവേഴ്സ് എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഡിഫൈൻ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീനിയർ കോൺഗ്രുവൻസ് എന്ന് പറയുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ലീനിയർ കോൺഗ്രുവൻസ് എന്താണെന്നുള്ളത്. ആ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ഒരു യുണീക്ക് സൊല്യൂഷൻ എപ്പോഴാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ലീനിയർ കോൺഗ്രുവൻസിന് എപ്പോഴാണ് സൊല്യൂഷൻ ഉണ്ടാവുക, അതിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുക, എന്താണ് ആ സൊല്യൂഷൻ എന്നുള്ള ഡീറ്റെയിൽസിലൊക്കെ പറയുന്നതാണ് നമ്മൾക്ക് കോൺഗ്രുവൻസ് ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് മോഡുലാർ കോൺഗ്രുവൻസ് എന്ന് പറയുന്ന മോഡുലാർ ഇൻവേഴ്സസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. മോഡുലാർ ഇൻവേഴ്സ് എന്താണെന്നുള്ളതും അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു പ്രോബ്ലം കൂടിയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മോഡുലാർ ഇൻവേഴ്സ് എന്താണെന്നുള്ളത് കാണാം. നമ്മൾ ലീനിയർ കോൺഗ്രുവൻസ് എന്താണെന്നുള്ളത് പറഞ്ഞിരുന്നു. ഒരു ലീനിയർ കോൺഗ്രുവൻസ് എന്ന് പറഞ്ഞാൽ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആണ്. ആ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ബി എന്ന് പറയുന്നത് 1 ആവുമ്പോൾ മാത്രമല്ല ജി സി ഡി ഓഫ് എ ആൻഡ് എം 1 ആവുമ്പോൾ നമുക്ക് കിട്ടും മോഡുലാർ ഇൻവേഴ്സ്, അല്ലെങ്കിൽ ഒരു മോഡുലാർ കോൺഗ്രുവൻസ് കിട്ടും. മോഡുലാർ കോൺഗ്രുവൻസ് എന്ന് പറയുന്നതാണ് ഇത് നമുക്ക് കിട്ടുന്നത്. അതായത് എക്സ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം വെർ എ ആൻഡ് എം ആർ റിലേറ്റീവ്ലി പ്രൈം. അതിൻ്റെ യുണീക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജി സി ഡി 1 ആയത് കാരണം അതിന് എത്ര സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞിരുന്നു എത്ര ജി സി ഡി ഉണ്ടോ, എനും എമ്മിനും എത്ര ജി സി ഡി ഉണ്ടോ അത്രയും സൊല്യൂഷൻസ് മാത്രമാണ് ആ ലീനിയർ കോൺഗ്രുവൻസിന് ഉണ്ടാവുക. ഇവിടെ ലീനിയർ കോൺഗ്രുവൻസിന് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. അപ്പോൾ ആ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ആ സൊല്യൂഷൻ എക്സ് നോട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ ആ സൊല്യൂഷൻ എന്ന് വിളിക്കുക എന്ന് വിചാരിക്കാം. എക്സ് നോട്ട് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം എന്ന് അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും. ബി 1 ആണ്, എയുടെയും എമ്മിൻ്റെയും ജി സി ഡി 1 ആണെങ്കിൽ നമുക്ക് ഒരൊറ്റ സൊല്യൂഷൻ എക്സ് നോട്ട് ഉണ്ടാവും. ആ എക്സ് നോട്ട് ഇതിൻ്റെ സൊല്യൂഷൻ ആയത് കാരണം എ എക്സ് നോട്ട് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം എന്ന് പറഞ്ഞ് നമുക്ക് ഈ ലീനിയർ കോൺഗ്രുവൻസിനെ എഴുതാൻ സാധിക്കും. അങ്ങനെ എഴുതാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ എക്സ് നോട്ടിനെ നമ്മൾ പറയുന്നതാണ് ഇൻവേഴ്സ് ഓഫ് എ മോഡുലോ എം എന്ന് പറയുന്നത്. എയുടെ ഇൻവേഴ്സ് മോഡുലോ എം ആണ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രുവൻറ്റ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 കിട്ടുന്നു, മോഡുലോ എം പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 കിട്ടുന്നു എന്നുള്ള ഉദ്ദേശം. അപ്പോൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ 2നെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 കിട്ടും. 2നെ എന്തുകൊണ്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴാണ് 1 കിട്ടുക? 1/2. സോ 1/2 ഇസ് ദ ഇൻവേഴ്സ് ഓഫ് 2 എന്നൊക്കെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ പറയാറുണ്ടല്ലോ. അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ മോഡുലോയിലും നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ മോഡുലാർ ഇൻവേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം മോഡുലോ എം, അതായത് ഒരു ഇൻറ്റിജർ വിത്ത് റെസ്പെക്ട് ടു 1 ഇൻറ്റിജർ ആണ് നമ്മളവിടെ ഇൻവേഴ്സ് എടുക്കുന്നത്. അപ്പോൾ മോഡുലാർ ഇൻവേഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തത്. മോഡുലാർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് മോഡുലോ എം നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ കോൺഗ്രുവൻസിൻ്റെ എയും എമ്മും റിലേറ്റീവ്ലി പ്രൈമും ബിയുടെ വാല്യൂ 1 ആവുമ്പോൾ ഉള്ളതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, ആ എക്സ് നോട്ട് അതിൻ്റെ സൊല്യൂഷനാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മോഡുലാർ ഇൻവേഴ്സ് ഓഫ് എ ഇൻറ്റിജർ എ എന്ന് പറയുന്നത്. അപ്പോൾ എനെ നമുക്ക് എക്സ് നോട്ടിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? മോഡുലാർ ഇൻവേഴ്സ് ഓഫ് എ എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനെ ഇൻവേർട്ടിബിൾ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എ ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. അതിൻ്റെ ഇൻവേഴ്സിനെയാണ് ഈ എക്സ് നോട്ട് എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ പറയുന്നത്. അത് കാരണം എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ആ എക്സ് നോട്ടിനെ. ശരിക്കും പറഞ്ഞാൽ എക്സ് നോട്ടാണ് അവിടെ ഉള്ളത്. എക്സ് നോട്ടിനെ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കാറുണ്ട്. ഇനി എ തന്നെ എ ഇൻവേഴ്സ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? സെൽഫ് ഇൻവേർട്ടിബിൾ. അതായത് എ ഇൻറ്റു എ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം. അങ്ങനെയാണെങ്കിൽ വേർ എ ആൻഡ് എം ആർ റിലേറ്റീവ്ലി പ്രൈം, ജി സി ഡി ഓഫ് എ ആൻഡ് എം ഇസ് ഈക്വൽ ടു 1, എൻ്റെയും എമ്മിൻ്റെയും ജി സി ഡി 1 ആയിട്ടുള്ള എ കോൺഗ്രുവൻറ്റ് ടു എ ഇൻറ്റു എ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം ആയിട്ടുള്ള ഈ വാല്യൂസുകൾ, ഈ ഒരു കൺസെപ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു എനെ നമ്മൾ പറയുന്നതാണ് സെൽഫ് ഇൻവേർട്ടിബിൾ. അപ്പോൾ എ ഇൻറ്റു എ കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് എം ആയിട്ടുള്ള അതിനെ പറയുന്നതാണ് സെൽഫ് ഇൻവേർട്ടിബിൾ എലമെൻറ്റ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അടുത്ത കേസുകളിലൊക്കെ നമ്മൾ ഇൻവേഴ്സ് എന്താണെന്നുള്ളത്, മോഡുലാർ ഇൻവേഴ്സ് എന്താണെന്നുള്ളത് കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഒരു ഐഡിയ മനസ്സിലായി എന്നുള്ള കൺസെപ്റ്റ് വിചാരിക്കുന്നു. സോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജറാണ്. എ റിലേറ്റീവ്ലി പ്രൈം ടു എം ആണ്. ആ റിലേറ്റീവ്ലി പ്രൈം ടു എം ആയിട്ടുള്ള എൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 കിട്ടണം, മോഡുലാർ എം 1 കിട്ടണം. ആ നമ്പറിനെ നമ്മൾ പറയുന്നതാണ് ഇൻവേഴ്സ് ഓഫ് എ. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 7 into 8 നോക്കാം. വാട്ട് ഈസ് 7 into 8? 7 into 8 is 56, isn't it? And it is congruent to 1 mod 11. So 7 is the inverse, or 8 is the inverse of 7 modulo 11 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. Or we can write this as 7 inverse is equal to 8 modulo 11.
7 ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 8 മോഡുലോ 11. ഇതുപോലെ തന്നെ 8 ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 7 മോഡുലോ 11 എന്നും നമുക്ക് പറയാൻ സാധിക്കും. മോഡുലോ 11 മോഡ് 11 8ൻ്റെ ഇൻവേഴ്സ് 8ൻ്റെ ഇൻവേഴ്സ് 7 ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ദിസ് ഇസ് എ മോഡുലാർ ഇൻവേഴ്സ് ഓർ 7 ഈസ് ദ മോഡുലാർ ഇൻവേഴ്സ് ഓഫ് 8 മോഡുലോ 11. മോഡുലാർ ഇൻവേഴ്സ് പറയുമ്പോൾ ഈ 11 എന്ന് പറയുന്ന നമ്പർ പറയാൻ പ്രത്യേകം ഓർക്കണം. ഇനി ഇപ്പോൾ നമ്മൾ നോക്കുക, ഇത് നോക്കിയേ 10x കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 11. വാട്ട് ഈസ് ദ ഇൻവേഴ്സ്? 10നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 11ൻ്റെ ഒരു മൾട്ടിപ്പിളിനോട് ഇത് ചെയ്യാൻ കിട്ടുക, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ കിട്ടുക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 10, isn't it? 10 into 10 is 100 and 99 is the multiple of 11. So we can say that modular 11, 10 in the inverse is congruent to 10 mod 11. എഴുതാൻ സാധിക്കും because 10 into 10 is equal to 1 or 10 inverse is 10 itself. Modulo 11 10 inverse എന്താണ്? 10 ആണ്. or 10 into 10 is congruent to 1 mod 11. Okay, so that is the inverse modular inverse of an element എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല സമയങ്ങളിലും ഇത് നമ്മളുടെ ലീനിയർ കോൺഗ്രുവൻസുകൾ സോൾവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആക്കാറുണ്ട്. പല ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ക്വസ്റ്റ്യൻസുകളും ഇത് ഹെൽപ്ഫുൾ ആക്കാറുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. അതിന് മുമ്പ് നമ്മൾ പറയുന്നതാണ്, അതായത് GCD ഓഫ് എയും എമ്മും 1 ആയി കഴിഞ്ഞാലുള്ള എല്ലാ ലീനിയർ കോൺഗ്രുവൻസുകളിലും, എൻ്റെയും എമ്മിൻ്റെയും GCD 1 ആയിട്ടുള്ള എല്ലാ ലീനിയർ കോൺഗ്രുവൻസുകളിലും നമുക്ക് ഈ മോഡുലാർ കോൺഗ്രുവൻസ് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, മോഡുലാർ കോൺഗ്രുവൻസ് കൊണ്ടുവരാൻ സാധിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ കോൺഗ്രുവൻറ്റ് ടു നമുക്ക് എ കോൺഗ്രുവൻറ്റ് ടു എ ഇൻവേഴ്സ് അല്ലെങ്കിൽ എ ഈസ് ഓർ എ എക്സ് നമുക്ക് എഴുതാം. എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്ന് പറയുന്ന ഒരു കോൺഗ്രുവൻസ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എയും എമ്മും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ GCD 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും എന്ത്, അതിനൊരു ഇൻവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും, വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് എം ആയിട്ടുള്ള ഒരു ഇൻവേഴ്സ് ഉണ്ടാവും. കാരണം റിലേറ്റീവ്ലി പ്രൈം ആയത് കാരണം എ ഹാസ് ആൻ ഇൻവേഴ്സ്, എ ഇൻവേഴ്സ് മോഡുലോ എം. അപ്പോൾ എ ഇൻവേഴ്സ് മോഡുലോ എം ഉണ്ടെങ്കിൽ ഇതിനെ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് എ എക്സ് ഇസ് കോൺഗ്രുവൻറ്റ് ടു എ ഇൻവേഴ്സ് ബി മോഡ് എം എന്ന് നമുക്ക് കിട്ടും. Isn't it? Or we can write this as x is congruent to a inverse into a എന്ന് പറയുന്നത് എന്താണ്? മോഡുലോ എം. a inverse into a 10ൻ്റെ ഇൻവേഴ്സ് 10 ആയത് കാരണം 10 into 10 എന്ന് പറയുന്നത് 1 ആണ്. സോ a inverse into a നമുക്ക് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു a inverse b മോഡ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു രീതിയിൽ പറഞ്ഞാൽ എ എക്സ് കോൺഗ്രുവൻറ്റ് ബി മോഡ് എമ്മിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ബി ആണ്, അല്ലെങ്കിൽ എ ഇൻവേഴ്സ് ബിയുടെ റെസിഡ്യൂ ആണ്. ഓക്കെ, ലീസ്റ്റ് റെസിഡ്യൂ ഓഫ് എ ഇൻവേഴ്സ് ബി ആണ്. അതിന് എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആയാൽ മാത്രം, എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ബി ആണ്. അതാണ് നെക്സ്റ്റ് തിയറം ആയിട്ട് പറയുന്നത്. ദ യുണീക് സൊല്യൂഷൻ ഓഫ് എ ലീനിയർ കോൺഗ്രുവൻസ് എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം വിത്ത് GCD ഓഫ് എ ആൻഡ് എം ഈക്വൽ ടു 1, അതായത് എയും എമ്മും റിലേറ്റീവ്ലി പ്രൈം ആയി കഴിഞ്ഞാൽ അതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂ എന്ന് പറയുന്നത് എന്താണ്? എ ഇൻവേഴ്സ് ബി മോഡ് എം ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾക്ക് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എ എക്സ് കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ആൻഡ് GCD ഓഫ് എ ആൻഡ് എം 1 ആണെങ്കിൽ, അതായത് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റിലുള്ള നമുക്ക് ആ ഒരു എന്താ പറയുക പ്രോബ്ലംസുകൾ ചെയ്യാനും അതുപോലെ തന്നെ വാല്യൂസുകൾ കണ്ടുപിടിക്കാനും ഒക്കെ കുറച്ചും കൂടി ഈസി ആവുന്നത് അപ്പോഴാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി മുമ്പേ പഠിച്ചിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അതായത് 100 ഫൗൾസ് റിഡിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ മുമ്പ് ലീനിയർ ഡയഫൻഡൈൻ ഇക്വേഷനിൽ അതേ കൺസെപ്റ്റ് തന്നെ വന്നിട്ടുണ്ട്, 100 ഫൗൾസ് റിഡിൽ എന്ന് പറയുന്നത്. എന്താണെന്നുള്ളത് അറിയാമെന്ന് വിചാരിക്കുന്നു, എന്നാലും ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഒന്ന് പറയുകയാണ്. ഇതാണ് 100 ഫൗൾസ് റിഡിൽ. അതായത് നമുക്കൊരു കോക്കിനെ വാങ്ങണം, അതായത് ഒരു കോഴിയെ വാങ്ങണം ഓഫ് 5 കോയിൻസ്, ഒരു പെടക്കോഴി 3 കോയിൻസ് ആൻഡ് 3 ചിക്സ്, ഒരു കോഴിക്കുഞ്ഞുങ്ങൾ 3 എണ്ണം എടുത്തു കഴിഞ്ഞാൽ 1 കോയിൻ. അങ്ങനത്തെ ഒരു കോക്ക്, ഹെൻ ആൻഡ് ചിക്സ് നമുക്ക് എടുക്കണം. അതായത് ഫൗൾസിൽ ഒരു 100 ഫൗൾസ് നമുക്ക് എടുക്കണം. അതെങ്ങനെയൊക്കെയാണ് അത് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് പൂവൻ കോഴിക്ക് 5 രൂപ, പെടക്കോഴിക്ക് 3 രൂപ, 3 കുഞ്ഞുങ്ങൾക്ക് 1 രൂപ എന്ന് പറയുന്ന രീതിയിലാണ് നമുക്ക് അവിടെ ഉള്ളതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഫൗൾസിനെ വാങ്ങുന്നത്? നമുക്ക് 100 എണ്ണം വേണം, നമ്മുടെ കയ്യിൽ 100 കോയിനേ ഉള്ളൂ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോക്സും വൈ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹെൻ ആൻഡ് ഇസഡ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ചിക്കും ആയിട്ട് എടുക്കുകയാണെങ്കിൽ
ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 100. വി നീഡ് ടു ഗെറ്റ് 100 fouls. So that means totaling 100 means x plus y plus z equal to 100. And we have only 100, we have 100 coins. So we need to have the price of these fouls as 5x. 5x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോക്കിന് 5 coins ആണ്. സോ 5x ആണ് നമ്മളുടെ ടോട്ടൽ കോക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഒരു ഹെന്നിന് 3 ആയത് കാരണം 3y. ആൻഡ് 3 ചിക്സിന് 1 coin ആണ്. അപ്പോൾ ഒരു ചിക്കിന് z/3. കാരണം നമ്പർ ഓഫ് ചിക്സ് z ആണെങ്കിൽ z/3 ആയിരിക്കും ഒരു ചിക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ 5x plus 3y plus z/3 is equal to 100. So this is the equation for a 100 fouls riddle. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്കൊരു ലീനിയർ ഡയഫൻഡൈൻ ഇക്വേഷൻ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഇവിടെ z എന്ന് പറയുന്നതിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു. ദാറ്റ് ഈസ് z ഈക്വൽ ടു 100 മൈനസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെയും ഒരൊറ്റ ഒരു ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് 7x plus 4y ഈക്വൽ ടു 100 എന്ന് പറയുന്നത്. ഇതായിരുന്നു നമ്മൾ ലീനിയർ ഡയഫൻഡൈൻ ഇക്വേഷനിൽ നമ്മൾ ചെയ്തിരുന്നത്. അവിടെ നമ്മൾക്കിപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത് ചെയ്തു വന്നപ്പോൾ ഇതിനൊരു വാല്യൂ വൈക്കൊരു ഇൻറ്റിജർ വാല്യൂ വരുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളവിടെ പറഞ്ഞിരുന്നു. ഈ ഒരു മോഡുലാർ ഇൻവേഴ്സ് വെച്ചിട്ട് നമുക്ക് ആ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഒറ്റയടിക്ക് ആ ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എന്തുകൊണ്ടാണ് ആ 40 എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയെന്നുള്ളത് അത് നമുക്കിവിടെ കാണാം. സോ ഇതാണ് ലീനിയർ ഡയഫൻഡൈൻ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദ 100 fouls riddle. That is, this is the required equation of the 100 fouls riddle. So 7x plus 4y equal to 100. അപ്പോൾ അതിനെ നമ്മൾ മോഡുലാർ ഇൻവേഴ്സിലേക്ക് എങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കാം. സോ മോഡുലാർ ഇൻവേഴ്സ് പറയണമെങ്കിൽ ഇതിൻ്റെ ഒരു കോൺഗ്രുവൻസ് ഇക്വേഷൻ വേണം. സോ ഈ ഒരു കോൺഗ്രുവൻസ് ഇക്വേഷൻ എക്സ് പ്ലസ് my ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫോമിലാണ് ഈ ഒരു ഇക്വേഷൻ എങ്കിൽ ഇതിൻ്റെ ലീനിയർ കോൺഗ്രുവൻസ്, ഈ ഒരു ഡയഫനൈൻ ഇക്വേഷൻ്റെ ലീനിയർ കോൺഗ്രുവൻസ് എങ്ങനെ എഴുതാൻ സാധിക്കും? നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ലീനിയർ കോൺഗ്രുവൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു LDA കിട്ടും, ഡയഫനൈൻ ഇക്വേഷൻ കിട്ടും. ഏതൊരു ഡയഫനൈൻ ഇക്വേഷനെ നമുക്ക് ലീനിയർ കോൺഗ്രുവൻസ് ആക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ അതിനെ ലീനിയർ കോൺഗ്രുവൻസ് ആക്കി മാറ്റുമ്പോൾ what will you get? 7x is congruent to 100 mod 4. That means ax congruent to b mod m എന്ന് പറയുന്ന രീതിയിലാണ് നമ്മളിതിനെ ലീനിയർ കോൺഗ്രുവൻസ് ആക്കുന്നത്. സോ ദാറ്റ് മീൻസ് 7x congruent to 100 mod 4 എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. സോ ഈ 7നെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 3x plus 4x is congruent to 100 mod 4 and 4x is congruent to 0 mod 4 and 100 is also congruent to 0 mod 4 because 4x and 100 are divisors of 4. So we can eliminate 4x and 100 and we can eliminate 4x and we can substitute 100 with 0. So we can rewrite this linear congruence as 3x congruent to 0 mod 4. So കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തു, അതൊന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്തതാണ്. സോ 3x congruent to 0 mod 4 എന്നാക്കി. ഇനി ഇവിടെ നിന്ന് എക്സിനെ നമുക്ക് കിട്ടണം. എക്സിനെ കിട്ടാനായിട്ട് നമ്മളിവിടെ സാധാരണ നമ്മൾ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യണ മാതിരി 3യുടെയും 4ൻ്റെയും GCD 1 ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് കോൺഗ്രുവൻ്റ് ടു 0 mod 4/3 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സിന് ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂ, ഇൻറ്റീജർ വാല്യൂ ഒന്നും കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മോഡുലാർ ഇൻവേഴ്സ് എടുക്കും. ഒരു മോഡുലാർ ഇൻവേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. മോഡുലോ 4ൻ്റെ മോഡുലാർ ഇൻവേഴ്സ് എടുക്കും. നമുക്കറിയാം 3 × 3 is congruent to 1 mod 4. ശരിയല്ലേ? 3 × 3 is 9 and 9 is congruent to 1 mod 4 because 9 minus 1 is 8. It is divisible by 4. So that means 3യുടെ ഇൻവേഴ്സ് എന്താണ്? 3 ഇൻവേഴ്സ് ആണ്. Or we can say that 3 inverse is congruent to 3 mod 4 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. 3 is congruent to 3 inverse mod 4 എന്ന് പറഞ്ഞ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ദാറ്റ് മീൻസ് 3 × 3 is congruent to 1 mod 4. സോ അങ്ങനെ ആവുമ്പോൾ ഈ ഒരു ഇക്വേഷനെ ഞാൻ ത്രൂ ഔട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. What will you get when you multiplied by 3? So 3x is congruent to, so 3 × 3x is congruent to 3 × 0 mod 4. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മറ്റേത് 4/3 അതായത് ഡിവിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയാണ്ട് തന്നെ നമുക്കിവിടെ ഡിവൈഡ് ചെയ്യാം. സോ എക്സ് ഇസ് കോൺഗ്രുവൻ്റ് ടു 0 mod 4 എന്ന് കിട്ടും. എക്സ് കോൺഗ്രുവൻ്റ് ടു 0 mod 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? 4 divides x ആണ്, അല്ലെങ്കിൽ x equal to 40. Isn't this the equation that we received for 100 fouls equation in the linear Diophantine equation? അത് കിട്ടിയത് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ബിക്കോസ് വി ക്യാൻ റൈറ്റ് 3 as 3 × 3 is congruent to 1 mod 4, or we can write 3 as a modular inverse of itself, and we can substitute it like this and we can write x is congruent to 0 mod 4.
സോ എക്സ് ഈക്വൽ ടു 40 എന്ന് പറയുന്നത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെർ ടി ഈസ് സം ഇൻറ്റിജർ, ഒരു ഇൻറ്റിജറായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോൺഗ്രുവൻസ് കൊണ്ട് മാത്രമായിട്ട് നമ്മളിവിടെ ഒരു ഇക്വേഷനിലേക്ക് എത്തി. അപ്പോൾ ബാക്കിയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വൈക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? വൈയുടെ വാല്യൂ കിട്ടാനായിട്ട് എക്സിന് 40 എന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ ഡയഫൻഡൈൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 7 × 40 + 4y ഈക്വൽ ടു 100 or 7 × 4 that is 28t plus 4y is equal to 100. And when you rewrite this equation അതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് y equal to എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 100/4 minus 28/4 t എന്ന് പറഞ്ഞ് കിട്ടും. So that means 25 - 7t. This is the equation we received for y in the 100 fouls riddle in the diaphendine section. And when you substitute for z, we get the value as 3t plus 75. അപ്പോൾ അവിടെ നമ്മൾ ചെയ്തത് എന്താണ്? അവിടെ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നമ്മൾ എന്താ പറയുക, ലീനിയർ ഡയഫൻഡൈൻ ഇക്വേഷനിൽ നിന്ന് വൈ ഇൻറ്റിജർ ആക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടായിരുന്നു നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത്. കാരണം അത് നമുക്ക് പെട്ടെന്ന് കിട്ടിയുമില്ല. കാരണം ഇവിടെ ഇപ്പോൾ നമ്മൾ ലീനിയർ ഡയഫൻഡൈൻ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഇൻറ്റിജർ ആയിട്ടുള്ള വാല്യൂ കിട്ടണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വൈ ഇൻറ്റിജർ ആക്കാൻ വേണ്ടി നമ്മളൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്തത്. അത് ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്തു? നേരെ അതിനെ ഒരു ലീനിയർ കോൺഗ്രുവൻസ് ആക്കി മാറ്റി. അപ്പോൾ ലീനിയർ കോൺഗ്രുവൻസ് ആക്കി മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? മോഡുലാർ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചും കൂടിയും ചെയ്ത് സിംപ്ലിഫിക്കേഷൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മോഡുലാർ ഇൻവേഴ്സിൻ്റെ ഒരു ചെറിയ സെക്ഷൻ മാത്രമാണ്. മോഡുലാർ ഇൻവേഴ്സ് എന്താണെന്നുള്ളത് പറയുന്ന ഒരു ചെറിയ സെക്ഷൻ. സോ മോഡുലാർ ഇൻവേഴ്സ് എന്ന് പറയുന്ന പല പ്രോബ്ലത്തിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബിക്കോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ അത് സെൽഫ് ഇൻവേഴ്സിൻ്റെ കാര്യത്തിലാണ്, ഇല്ലെങ്കിൽ എന്താ പറയുക, വേറൊരു നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പല പ്രോബ്ലംസുകളും കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതാണ് മോഡുലാർ ഇൻവേഴ്സിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, സോ ഇനി ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.